IV ശശിക്കൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയൊക്കെ മൂടിപ്പൊതിഞ്ഞ് അഭിനയിക്കുന്ന നടിയായാലും IV ശശി ചിത്രങ്ങളിൽ തുണിയുരിയേണ്ടി വരും. അങ്ങനെ ഉർവശിക്കും തുണിയുരിയേണ്ടി വന്നു IV ശശി ചിത്രത്തിൽ. 1988 പുറത്തിറങ്ങിയ അനുരാഗി എന്ന ചിത്രത്തിൽ. അനുരാഗി എന്ന ചിത്രത്തിലെ നായികമാർ ഉർവശിയും രമ്യ കൃഷ്ണനുമാണ്. ഇരുവരും മത്സരിച്ച് നഗ്നത കാട്ടിയ ചിത്രമെന്ന് വേണമെങ്കിൽ അനുരാഗിയെ വിശേഷിപ്പിക്കാം. IV ശശിയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ അവളുടെ രാവുകൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയ ഷെറീഫാണ് അനുരാഗിയുടെ കഥയും തിരക്കഥയും ഒരുക്കിയത്. അനുരാഗി വലിയ വിജയമൊന്നും നേടിയില്ല. മോഹൻലാലായിരുന്നു ചിത്രത്തിലെ നായകൻ. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉർവശിയും രമ്യ കൃഷ്ണനും മത്സരിച്ച് ഉടുതുണി അഴിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഉർവശിയും മോഹൻലാലും ഒത്തുള്ള ബെഡ്റൂം രംഗങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് അനുരാഗി. അതുപോലെ ഒരു ഷർട്ട് മാത്രം അണിഞ്ഞ് തുടയഴക് കാട്ടി നിൽക്കുന്ന രമ്യ കൃഷ്ണൻ്റെ ഉന്മാദ രംഗം കൊണ്ട് സമൃദ്ധമാണ് അനുരാഗി. അനുരാഗി ഒരുപാട് മൈലേജ് കിട്ടുമെന്ന് IV ശശി പ്രതീക്ഷിച്ച ചിത്രമാണ്. പക്ഷേ വലിയൊരു വിജയം നേടാൻ ആ ചിത്രത്തിന് കഴിഞ്ഞില്ല. അനുരാഗിക്ക് ശേഷം മോഹൻലാലും IV ശശിയും അകന്നു എന്നുള്ളതും അവർ തമ്മിൽ ഒരു അകൽച്ചയുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയം. കഥയൊക്കെ കേട്ടപ്പോൾ മോഹൻലാൽ വിചാരിച്ചു വലിയൊരു സംഭവമായി ചിത്രം മാറുമെന്ന്. പക്ഷേ ചിത്രത്തിലുടനീളം സെക്സ് രംഗങ്ങൾ കുത്തിത്തിരികി IV ശശി. രമ്യ കൃഷ്ണൻ എന്ന നടിയുടെ നഗ്നത തെന്നിന്ത്യൻ സിനിമ ശ്രദ്ധിച്ചു തുടങ്ങിയത് അനുരാഗിയിലൂടെയാണ് എന്ന് നിസ്സംശയം പറയാം. രമ്യ കൃഷ്ണന് ബ്രേക്കായ ചിത്രമാണ് അനുരാഗി. അതേസമയം ഉർവശി അനുരാഗിയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേട്ടു. ഉർവശിയുടെ പൊക്കിൾച്ചുഴിയിൽ ഇക്കിളിയിടുന്ന മോഹൻലാൽ, അങ്ങനെ ഒരു ബെഡ്റൂം സീന് അനുരാഗിയിൽ ഉണ്ട്. അത് ഹൈലൈറ്റ് സീനാണ്. മാത്രമല്ല തുടകളും മാറിട വടിവുകളും ഒക്കെ പ്രദർശിപ്പിച്ചു അനുരാഗിയിൽ ഉർവശി. ഉർവശിയും രമ്യാകൃഷ്ണനും മത്സരിച്ച് തന്നെ തുണിയുരിഞ്ഞു അനുരാഗിയിൽ. അനുരാഗി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടക്കച്ചവടമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് മോഹൻലാൽ അനുരാഗിക്ക് ഡേറ്റ് കൊടുത്തത്. ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്ന് മോഹൻലാൽ കരുതി. എന്നാൽ വിചാരിച്ചതുപോലെ കുടുംബ പ്രേക്ഷകർ ചിത്രത്തെ സ്വീകരിച്ചില്ല. യുവ പ്രേക്ഷകർ മാത്രമാണ് ചിത്രം കണ്ട് നിർവൃതി കൊണ്ടത്. കുടുംബ പ്രേക്ഷകർ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം അനുരാഗിക്ക് ഇല്ലാതായി പോയി. അത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഒരർത്ഥത്തിൽ മോഹൻലാൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും അനുരാഗി. IV ശശിയുമൊത്ത് മോഹൻലാൽ പിന്നീട് പലതരത്തിലുള്ള ഹിറ്റുകൾ ചെയ്തു. ദേവാസുരം അടക്കമുള്ള ഹിറ്റുകൾ, വർണ്ണപ്പകിട്ട് അടക്കമുള്ള ഹിറ്റുകൾ IV ശശിയുമൊത്ത് മോഹൻലാൽ ചെയ്ത ഹിറ്റുകളാണ്. പക്ഷെ അനുരാഗിക്ക് ശേഷം ഇരുവരും തമ്മിൽ ഉള്ള ഒരു കോമ്പിനേഷന് ഒരു ബ്രേക്ക് വന്നു എന്നതും ശ്രദ്ധേയം. അത് മോഹൻലാൽ മനഃപൂർവ്വം വരുത്തിയ ബ്രേക്കാണ്. കാരണം മോഹൻലാൽ താരപദവിയിലേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞിരുന്നു അനുരാഗിയിൽ അഭിനയിക്കുമ്പോൾ. പക്ഷേ മോഹൻലാൽ വിചാരിച്ചതുപോലെ ചിത്രം പോയില്ല. മാത്രമല്ല കുടുംബ പ്രേക്ഷകർ മോഹൻലാലിനെ വെറുക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കി ഈ ചിത്രം. എന്തായാലും അനുരാഗി ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഉർവശിയും രമ്യാകൃഷ്ണനും നഗ്നതാ പ്രദർശനത്തിൽ മത്സരിച്ചത് കൊണ്ടാണ്. ഇരുവരും മത്സരിച്ച് തന്നെ അഭിനയിച്ചു. ഇരുവരും കയ്യും മെയ്യും മറന്ന് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ ഒരു ഹൈലൈറ്റ് സീൻ ഞാൻ പറഞ്ഞു, ഉർവശിയുടെ പൊക്കിൾച്ചുഴിയിൽ ഇക്കിളിയിടുന്ന മോഹൻലാൽ. മറ്റൊരു ഹൈലൈറ്റ് സീൻ രമ്യാകൃഷ്ണൻ്റെ തുടയിലെ മുറിവിൽ കുഴമ്പ് തേക്കുന്ന മോഹൻലാൽ. ഇങ്ങനെ മോഹൻലാൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് പോലെ അനുരാഗിയിൽ അഭിനയിച്ചു. അത് പിന്നീട് മോഹൻലാൽ തിരിച്ചറിയുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചിത്രം
താൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ലാലിന് ഉണ്ടായി. എന്തായാലും 1988 പുറത്തിറങ്ങിയ അനുരാഗി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണ്. IV ശശിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണ്. ഷെറീഫിനെ സംബന്ധിച്ചിടത്തോളവും നഷ്ടക്കച്ചവടമാണ്. ഇവർ മൂവരും വിചാരിച്ചതുപോലെ അനുരാഗി വലിയൊരു ഹൈപ്പിലേക്ക് പോയില്ല. അത് മൂവർക്കും നഷ്ടക്കച്ചവടമായി മാറുകയായിരുന്നു. അനുരാഗിക്ക് ശേഷം പല ചിത്രങ്ങൾക്കും മോഹൻലാൽ IV ശശിക്ക് ഡേറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രത്തിന് ശേഷം ഇരുവരും തമ്മിൽ മാനസികമായുള്ള ഒരു ഐക്യമില്ലായ്മ നിലനിന്നിരുന്നു. പിന്നീട് അർഹത എന്ന ഒരു ചിത്രം മോഹൻലാലിനെ നായകനാക്കി IV ശശി ചെയ്തു. ആ ചിത്രവും 8 നിലയിൽ പൊട്ടി. ദേവാസുരത്തിലൂടെയാണ് മോഹൻലാലിനെ IV ശശി പിന്നീട് വീണ്ടെടുത്തത്. അതിന് രഞ്ജിത്തിന്റെ ശക്തമായ തിരക്കഥയുടെ സാന്നിധ്യം, അടിത്തറ ഉണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ തിരക്കഥയുടെ അടിത്തറയിൽ നിന്നാണ് ദേവാസുരം പണിതുയർത്തിയത് IV ശശി. ദേവാസുരത്തിന് ശേഷം വർണ്ണപ്പകിട്ട് ഇറങ്ങി. അതും വലിയ കുഴപ്പമില്ലാതെ ഹിറ്റായി തീർന്നു. പിന്നീട് ദേവാസുരത്തിന് ശേഷം വർണ്ണപ്പകിട്ടിന് ശേഷം ശ്രദ്ധ എന്നൊരു ചിത്രം മോഹൻലാലിനെ വെച്ച് IV ശശി സംവിധാനം ചെയ്തു. IV ശശി എന്ന ഡയറക്ടർ പരിതാപകരമായ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ആ ചിത്രത്തിൽ പ്രേക്ഷകർ കണ്ടത്. ശ്രദ്ധ വലിയ പരാജയമായി മാറി. പിന്നീട് മോഹൻലാലും IV ശശിയും ഒന്നിച്ചില്ല. IV ശശി പിന്നെ മമ്മൂട്ടിയെ വെച്ച് ബൽറാം വേഴ്സസ് താരാദാസ് എന്നൊരു ചിത്രം ഒരുക്കി. അതും IV ശശിയുടെ സംവിധായക മികവ് വ്യക്തമാക്കാത്ത ചിത്രമായിരുന്നു. ആ ചിത്രം നിർമ്മിച്ച ലിബർട്ടി ബഷീർ കടക്കാരനായി മാറുകയും ചെയ്തു. ബൽറാം വേഴ്സസ് താരാദാസിന് ശേഷം വലിയ പ്രോജക്റ്റുകളൊന്നും IV ശശിയെ തേടി വന്നില്ല. ദേവാസുരത്തിന്റെ 2ാം പാർട്ടായ രാവണപ്രഭു സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. ആ ചിത്രം വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ദേവാസുരത്തെ പോലെ തന്നെ രാവണപ്രഭുവും ഹിറ്റായി മാറി. IV ശശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമ IV ശശി ഉഴപ്പികളയും. അതിൻ്റെ കഥയും തിരക്കഥയും ഒന്നും നോക്കാതെ IV ശശി സിനിമ ചെയ്യും. സൂപ്പർ ഹിറ്റ് സംവിധായകർക്കെല്ലാം, ശശികുമാർ ഒഴികെ സൂപ്പർ ഹിറ്റ് സംവിധായകർക്കെല്ലാം ഇങ്ങനെ ഒരു ന്യൂനത ഉണ്ടായിരുന്നു. ജോഷിക്കുണ്ട്. റൺ ബേബി റൺ ഹിറ്റായപ്പോൾ അടുത്ത ചിത്രമായ ലൈല ഓ ലൈല 8 നിലയിൽ പൊട്ടി. അങ്ങനെയുള്ള ഒരു പ്രശ്നം ജോഷിക്കുണ്ട്. ലേലം ഹിറ്റായപ്പോൾ സുരേഷ് ഗോപിയെ വെച്ച് ചെയ്ത അടുത്ത ചിത്രമായ വാഴുന്നൂർ പൊട്ടിപ്പോയി. ഇത് ഈ മാസ്റ്റർ സംവിധായകന്മാർക്ക് പറ്റുന്ന ഒരു കയ്യബദ്ധമാണ്. അത് IV ശശിക്കുമുണ്ടായിരുന്നു, ജോഷിക്കുമുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് അനുരാഗിയുടെ ചരിത്രമാണ്. അനുരാഗി മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഉർവശിയും രമ്യ കൃഷ്ണനും നടത്തിയ നഗ്നത പ്രദർശനത്തിലൂടെയാണ് എന്നതാണ് പരമാർത്ഥം.